കഴുകിയിട്ട് ഇളക്കി ഓർമ്മ കാട്ടി കൊടുക്കണം. ഇതാ അവിടെ കണ്ണടച്ച് ആ നല്ലപോലെ 178 പേരുകളിൽ നിന്നാണ് നറുക്കെടുക്കുന്നത്. 3 ഭാഗ്യശാലികൾക്കാണ് സമ്മാനം. 126 ഇതാ ആർക്കാണ് അടിക്കാൻ പോകുന്നത്? കൈവക്കിക്ക് ആദ്യ പേരുകാരിയായ 70കാരി ഗോമതി അമ്മയ്ക്ക് കിട്ടിയത് 2 ഗ്രാമിന്റെ സ്വർണ്ണ നാണയമാണ് സമ്മാനം. രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് 1 ഗ്രാം സ്വർണ്ണ നാണയവും മൂന്നാമത്തെ ആൾക്ക് വെള്ളി നാണയവും സമ്മാനമായി ലഭിച്ചു. എന്ത് പറയുന്ന രാവിലെ ഡെയിലി കറക്റ്റ് ആയിട്ട് തന്നെ കഴിക്കും. രാവിലെ ദോശയൊക്കെ കഴിക്കും. പ്രഷർ മാത്രം ഉണ്ടെന്നുള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. നറുക്കെടുപ്പിന് പേരുണ്ടായിരുന്ന 178 ആളുകളും ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ്. മരുന്നും ജീവിത രീതികളും കൊണ്ട് പ്രമേഹവും രക്തസമ്മർദ്ദവും ഒക്കെ നിയന്ത്രിച്ചു നിർത്തിയതിനുള്ള പ്രോത്സാഹനമാണ് സമ്മാനങ്ങൾ. അവർ പുതിയൊരു ശീലം പഠിപ്പിക്കുക, അതായത് പ്രഷറും ഷുഗറും എന്നും നോർമലാക്കി നിർത്തേണ്ടതിന്റെ ആവശ്യകത അവർക്ക് മനസ്സിലാക്കാനാണ് ഇന്നത്തെ ദിവസത്തെ പത്തരമാറ്റ എന്ന് പറയുന്ന പരിപാടി. എന്തിനാന്ന് വെച്ചാൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നതിന്റെ ആവശ്യകത അവർക്ക് മനസ്സിലാക്കുക, അതിനു വേണ്ടിയിട്ടൊരു പ്രചോദനം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ സമ്മാന പരിപാടി. ഒരു പ്രോത്സാഹനം നൽകി ജീവിതം അവരെ മുന്നോട്ട് നയിക്കുക, അവരെ കോംപ്ലിക്കേഷൻ എത്താതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മികച്ച പ്രവർത്തനത്തിന് ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പത്തരമാറ്റ ആരോഗ്യം പദ്ധതി മാതൃകയാക്കാവുന്നതാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വളരെ മികച്ച ഒരു പദ്ധതി, വ്യത്യസ്തമായൊരു പദ്ധതി അല്ലേ? മികച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ഉൾപ്പെടെ ധാരാളം അംഗീകാരങ്ങൾ നേടിയിട്ടുള്ളൊരു സ്ഥാപനമാണ് തീരമേഖലയായ പുറക്കാട്ടുള്ള ഈ കുടുംബാരോഗ്യ കേന്ദ്രം. സാധാരണ നിലയിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ജീവിതശൈലി രോഗങ്ങളുടെ ഉൾപ്പെടെയുള്ള മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. അത് രോഗിക്ക് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, അവരുടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം. പക്ഷേ ഇവർ ഇത് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സത്യത്തിൽ ഡോക്ടർമാർക്കില്ല. അവിടെയാണ് പുറക്കാട്ടെ ഡോക്ടർമാരും ഒപ്പം തന്നെ ജീവനക്കാരും ഒക്കെ വ്യത്യസ്തരാകുന്നത്. 1000-ലധികം ആളുകളാണ് ഇവിടെ നിന്ന് ഈ സൗജന്യമായി മരുന്ന് വാങ്ങുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായ രോഗമുണ്ടായിരുന്ന ആളുകളെ കണ്ടെത്തി പ്രമേഹവും പ്രഷറുമൊക്കെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് അവരെ മാറ്റുക എന്നുള്ളൊരു ശ്രമകരമായ ദൗത്യമാണ് ആ ഡോക്ടർമാർ ഏറ്റെടുത്തത്. എന്ന് മാത്രവുമല്ല, ഈ രോഗം നിയന്ത്രിക്കുന്നത് കൊണ്ട് രോഗിക്കും കുടുംബത്തിനുമാണ് മെച്ചം. പക്ഷേ ആ രോഗിക്ക് ആ രോഗം നിയന്ത്രിക്കുന്നതിനെ പറ്റിയുള്ള ബോധവൽക്കരണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രോത്സാഹന സമ്മാനം കൂടി നൽകി കൂടുതൽ ആളുകൾക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളൊരു പ്രോത്സാഹനം നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പത്തരമാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. 2 ഗ്രാം ഇന്ന് ഇപ്പോൾ നമുക്കറിയാം, സ്വർണത്തിനൊക്കെ വളരെ തീപിടിച്ച വിലയാണ്. 2 ഗ്രാം എന്ന് പറയുമ്പോൾ തന്നെയും വലിയൊരു തുകയാണ്. 3 ഗ്രാമാണ് മൊത്തത്തിൽ സ്വർണ്ണാഭരണം അവിടെ കൊടുത്തത്. ആ തുകയും കണ്ടെത്തിയത് ജീവനക്കാരാണ്. അവരുടെ അതായത് ഈ രോഗികൾ കൃത്യമായി മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക മാത്രമല്ല, അവർക്കുള്ള സമ്മാനത്തുകയും സ്വന്തം ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ച അവിടുത്തെ ഡോക്ടർമാർക്കും ജീവനക്കാരും ഒക്കെ സത്യത്തിൽ ആരോഗ്യവകുപ്പ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു അംഗീകാരം നൽകണം. എന്ന് മാത്രവുമല്ല, ഈ പദ്ധതി പത്തരമാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി മറ്റ് ആരോഗ്യ പദ്ധതി, ആ പത്തരമാറ്റ് എന്ന പേര് ഈ പദ്ധതിക്ക് എന്തുകൊണ്ടും യോജിക്കുന്നതാണ് അല്ലേ രഘു? എന്തായാലും ഈ ആലപ്പുഴ പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തെ മറ്റുള്ളവർക്കും മാതൃകയാക്കാവുന്നതാണ്.